ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ കുറച്ചു നേരം പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് നേരെ ജനലും വാതിലും ഒക്കെ ഒന്ന് തുറന്നിടും. രാത്രി മുഴുവൻ അടച്ചു കിടന്നതല്ലേ, രാവിലെ തുറന്നിടുമ്പോൾ ഒരു ഫ്രഷ് എയർ വീട്ടിലേക്ക് കയറും. ആഹാ, എൻ്റെ ഒരു ദിവസം അവിടെ തുടങ്ങും. പിന്നെ കുറച്ചു നേരം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നിന്ന് നോക്കും. ഏതെങ്കിലും ചെടികളൊക്കെ പൂവിട്ടിട്ടുണ്ടോ, പുതിയ മുട്ട ഏതെങ്കിലും വന്നിട്ടുണ്ടോ, കുറച്ച് നേരം അതൊക്കെ നോക്കും. അത് കഴിഞ്ഞ് നേരെ അങ്ങ് കിച്ചണിലോട്ട് വിടും. കിച്ചണിൽ തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയും. കടലക്കറി ആകുമ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്, അവനത് കഴിക്കുകയും ചെയ്യും. അമ്മമാർ കൂടുതലും മക്കളെ ഇഷ്ടത്തിനാണല്ലേ ആഹാരം ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ മോൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാ കറികളും ഉണ്ടാക്കുന്നത്. അവൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. അവൻ ഇഷ്ടമുള്ളതാണ് ഇവിടെ കൂടുതലും ഞാൻ വെക്കുന്നത്. പിന്നെ ഞാൻ അപ്പത്തിൻ്റെ മാവൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കുറച്ച് ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ട് അപ്പത്തിൻ്റെ മാവ് ഒന്ന് പരുവപ്പെടുത്തി. കുറച്ച് കഴിഞ്ഞിട്ടേ അപ്പം ഉണ്ടാക്കുന്നുള്ളൂ, എന്നാലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച്. ഇവിടെ ഞാൻ കടലക്കറിക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യും കേട്ടോ. എൻ്റെ മോൻ വെജിറ്റബിൾസ് കഴിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പുറകോട്ടാണ്. അപ്പോൾ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് വെജിറ്റബിൾസൊക്കെ കഴിപ്പിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് കടലക്കറിയിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യും. ഇതെല്ലാം കൂടെ ചേർത്ത് കുക്കറിൽ വെച്ച് 2-3 വിസിലടിക്കുമ്പം അത് വേവും. അതിനുശേഷം ഞാൻ മിക്കവാറും തേങ്ങ വറുത്തരച്ച ഇവിടെ കടലക്കറി ഉണ്ടാക്കുന്ന വറുത്തരച്ച കടലക്കറിയാണ് എനിക്കും മോനും ഇഷ്ടം. അങ്ങനെ രാവിലത്തെ പരിപാടികൾ തകൃതിയായിട്ട് കിച്ചണിൽ നടക്കും കേട്ടോ. കടലക്കറിയുടെ പരിപാടി അവിടെ നടക്കട്ടെ, നമുക്ക് കുറച്ച് വിശേഷം പറയാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. 2 ദിവസമായിട്ട് മഴയ്ക്ക് ഒരു ശമനവും ഇല്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ 2 സുന്ദരി പൂക്കൾ പൂത്ത് നിൽക്കുക കേട്ടോ. ശരിക്കും മുട്ടുണ്ട് ചെടിയിൽ. ഞാനിതിവിടെ അടുത്തൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് മഞ്ഞ കോളാമ്പിപ്പൂ. ഈ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കളറ്, ആ യെല്ലോ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നേരം ഞാൻ ഇതേപോലെ നടക്കും വീട്ടിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രത്യേകിച്ചൊന്നുമില്ലെന്നേ, നമ്മളെ ചെടികളൊക്കെ ഒന്ന് നോക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എന്തെങ്കിലും ചെടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കി കുറച്ച് നേരം നടക്കും. കൂട്ടത്തിൽ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഇന്ന് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും, ഉച്ചയ്ക്ക് കറി എന്തുണ്ടാക്കും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പെൻഡിങ് ഉണ്ടോ, സ്കൂൾ തുറക്കാറായപ്പോൾ മോൻ എന്തെങ്കിലും മേടിക്കണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നടക്കും. അതൊരു രസമാണ് കേട്ടോ. രാവിലത്തെ തണുപ്പും നല്ല ഫ്രഷ് എയറും ഒക്കെ കൊണ്ട് നടക്കും. അപ്പോഴേക്കും നമ്മുടെ കടലക്കറി സെറ്റായി. പിന്നെ നേരെ ക്ലീനിങ് പരിപാടിയിലോട്ട് കയറി. സെറ്റി കവറൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കും. രാവിലെ തന്നെ ഈ പരിപാടികളൊക്കെ അങ്ങ് കഴിഞ്ഞാലേ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു. ആ കിടക്കുന്ന സെറ്റിയുടെ അടിഭാഗത്ത് മുഴുവനും ടോയ്സ് ആയിരിക്കും. അവൻ രാത്രി കളിച്ചിട്ട് ടോയ്സ്, TV-യുടെ റിമോട്ട് എല്ലാം ആ സെറ്റിയുടെ അടിയിൽ കാണും. അത് രാവിലെ വൃത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പരിപാടി. റിമോട്ട് നോക്കുമ്പോൾ മിക്കവാറും ഈ സെറ്റിയുടെ അടിയിലാണ് അവനത് ഇട്ടേക്കുന്നത്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് നേരം അവന് ഞാൻ കാർട്ടൂൺ കാണാൻ കൊടുക്കും. ആ സമയത്ത് ഞാൻ പോയി കിടക്കും കേട്ടോ. അവൻ കാർട്ടൂണും കണ്ട് TV ഓഫ് ചെയ്തിട്ട് അവൻ എൻ്റെ അടുത്ത് വരും കിടക്കാൻ. അതാണ് പതിവ്. പിന്നെ അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. എൻ്റെ വീടിൻ്റെ മുകളിലേ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഞാനതെല്ലാം വെട്ടിക്കളഞ്ഞു. കാര്യം എനിക്ക് കാ മാത്രം കിട്ടത്തില്ല. പൂവാകുമ്പോൾ തന്നെ ചെറുതിലെ ഒന്നുകിൽ അതങ്ങ് കരിഞ്ഞു പോവും, അല്ലെങ്കിൽ അതിനകത്ത് ഒരു സൈസ് ഉറുമ്പ് വന്നിട്ട് അതെല്ലാം തിന്ന് കളയും കേട്ടോ. ഈ പൂവ് മൊട്ടായിരിക്കുമ്പോഴേ അത് നശിച്ചു പോവും. അങ്ങനെ എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റ് മാത്രം വെച്ച് അതിനകത്ത് 2 മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താവും എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോകളിലൊക്കെ പറയാം. പിന്നെ നേരെ മോൻ എണീക്കാറായി. പിന്നെ അപ്പത്തിൻ്റെ പരിപാടിയിലോട്ട് കടന്നു.
അങ്ങനെ അപ്പം ഉണ്ടാക്കാനായിട്ട് കയറി. രാവിലെ അപ്പവും കടലക്കറിയാണെന്ന് പറഞ്ഞപ്പോഴേ അവൻ ഹാപ്പിയായി. അങ്ങനെ രാവിലെ അവന് കടലക്കറിയും അപ്പവും എനിക്കും എടുത്ത് കൂട്ടത്തിൽ. എന്നാലേ അവൻ കഴിക്കുള്ളൂ. ഞാൻ അടുത്തിരുന്ന് അവൻ കടലക്കറി അപ്പമൊക്കെ കഴിക്കും. ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ കടലയൊക്കെ നുള്ളിപ്പറക്കി കഴിച്ചിട്ട് അപ്പം അവിടെ വെച്ചിട്ട് പോകും. അതാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടി. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടേ ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകണം, മോൻ്റെ സ്കൂളിൽ. അപ്പം ഞങ്ങളുടെ രാവിലത്തേടെ എന്താ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഓക്കെ, ബൈ ബൈ.